ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്ത തീരുമാനങ്ങളെല്ലാം കരുത്തുറ്റതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഘർഷത്തിൽ പങ്കാളികളായ ഭീകരരെ കണ്ടെത്തി വധിക്കുന്നതിനും ഇന്ത്യക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. എന്നാൽ ഇത് പാകിസ്ഥാൻ ഭീകരർ ആണോ എന്ന ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നുമുണ്ട്. ഇന്ത്യയിലെ പല പാർട്ടി നേതാക്കളും ഭീകരരെ കണ്ടെത്തിയതിലും വധിച്ചതിലും ഇപ്പോഴും സംശയങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അത്തരക്കാർക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് കേന്ദ്രം. മറ്റുള്ളവർക്ക് മുൻപിൽ വെറും ആരോപണങ്ങളും പ്രഹസനങ്ങളും കാഴ്ചവെക്കുന്ന ഒരു നേതാവല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ കൃത്യമായ മറുപടിയും അദ്ദേഹം നൽകുന്നുണ്ട്. കൃത്യമായ തെളിവുകൾ നിരത്തിയാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴിതാ 2025 ഏപ്രിലെ പഹൽഗാം കൂട്ടക്കൊലയുടെ കുറ്റവാളികൾ പാകിസ്ഥാൻ പൗരന്മാരും നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ മുതിർന്ന പ്രവർത്തകരുമാണെന്നതിന് ഇന്ത്യ നിഷേധിക്കാനാവാത്ത തെളിവുകൾ ഹാജരാക്കി. ജൂലൈ 28-ന് ജമ്മു കാശ്മീരിലെ ദച്ചിഗാം ഹാർവാൻ വനമേഖലയിൽ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ 3 ഭീകരരെയും വധിച്ചതിനെ തുടർന്നാണ് പ്രഖ്യാപനം. ഏപ്രിൽ 22-ന് ബൈസരൻ പുൽമേട്ടിൽ നടന്ന ആക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും ഹിന്ദു വിനോദസഞ്ചാരികളാണ്. ആദ്യമായി പഹൽഗാം ആക്രമണകാരികളുടെ ദേശീയത സംശയാതീതമായി തെളിയിക്കുന്ന സർക്കാർ നൽകിയ പാകിസ്ഥാൻ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജൂലൈ 29-ന് പാർലമെന്റിൽ വ്യക്തമാക്കിയതാണ്. കൊല്ലപ്പെട്ടവർ ഇവരായിരുന്നു: സുലൈമാൻ ഷാ അഥവാ ഫൈസൽ ജാട്ട്, LET കമാൻഡറും ആക്രമണത്തിന്റെ സൂത്രധാരനുമായ അബു ഹംസ അഥവാ അഫ്ഗാൻ, എ ഗ്രേഡ് LET കമാൻഡറും രണ്ടാമത്തെ ഷൂട്ടർ യാസിൻ അഥവാ ജിബ്രാൻ, എ ഗ്രേഡ് LET കമാൻഡറും ആക്രമണ സമയത്ത് പിൻസുരക്ഷ നൽകിയയാളുമാണ്. അവരിൽ ആരും ഇന്ത്യൻ പൗരന്മാരല്ല. കൂട്ടക്കൊലയിൽ തദ്ദേശീയരായ ഒരു കാശ്മീരിയും ഉൾപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഏറ്റവും ഭയാനകമായ തെളിവുകളിലൊന്നാണ് പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സുലൈമാൻ ഷായുടെയും അബു ഹംസയുടെയും പക്കൽ നിന്ന് കണ്ടെത്തിയ പാകിസ്ഥാൻ വോട്ടർ ID കാർഡുകൾ. ലാഹോറിലെയും ഗുജ്റാൻവാലിയിലെയും വോട്ടർ പട്ടികയിൽ നിന്നുള്ള അവരുടെ സീരിയൽ നമ്പറുകൾ കണ്ടെത്തി. പാകിസ്ഥാന്റെ നാദ്ര ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബയോമെട്രിക് ഡേറ്റ അടങ്ങിയ കേടായ സാറ്റ് ഫോണിൽ നിന്ന് അന്വേഷകർ ഒരു മൈക്രോ SD കാർഡും കണ്ടെടുത്തു. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ റാവലക്കോട്ടിനടുത്തുള്ള ചങ്ക മാംഗ കൊയാൻ ഗ്രാമം എന്നിവിടങ്ങളിലെ വിലാസങ്ങൾ സ്ഥിരീകരിക്കുന്ന വിരലടയാളങ്ങൾ, മുഖം തിരിച്ചറിയാൻ ടെംപ്ലേറ്റുകൾ, കുടുംബവൃക്ഷങ്ങൾ എന്നിവ വിശദാംശങ്ങളിൽ ഉൾപ്പെടുന്നു. കൂടാതെ കറാച്ചിയിൽ നിർമ്മിച്ച കാൻഡി ലാൻഡ് ചോക്കോമാക്സ് ചോക്ലേറ്റുകളുടെ റാപ്പറുകൾ സ്പെയർ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന അതേ റെക്സാക്കിൽ നിന്ന് കണ്ടെത്തി. 2024 മെയ് മാസത്തിൽ മുസഫറാബാദിലേക്ക് കയറ്റുമതി ചെയ്തതായി സ്ഥിരീകരിച്ച ലോട്ട് നമ്പറുകൾ, ബൈസരൻ സൈറ്റിൽ നിന്ന് ശേഖരിച്ച 7.62 x 39 mm ഷെൽ കേസിംഗുകൾ, ജൂലൈ 28-ലെ ഏറ്റുമുട്ടലിന് ശേഷം കണ്ടെടുത്ത 3 AK-103 റൈഫിളുകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഇന്ത്യൻ ഫോറൻസിക് ലാബുകൾ സ്ഥിരീകരിച്ചു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഉപേക്ഷിച്ച കീറിയ ഷർട്ടിലെ രക്തസാമ്പിളുകൾ 3 ഭീകരരുടെയും മൃതദേഹങ്ങളുമായി മൈറ്റോകോൺട്രിയൽ DNA പൊരുത്തപ്പെട്ടു. കൂടാതെ ഏപ്രിൽ 22-നും ജൂലൈ 25-നും ഇടയിൽ ഹാർവാൻ ഫോറസ്റ്റ് ബെൽറ്റിനുള്ളിൽ മൂവരും ഉപയോഗിച്ച ഹുവാവെ സാറ്റലൈറ്റ് ഫോണിൽ നിന്നുള്ള ഡേറ്റ അവരുടെ സ്ഥിരമായ സ്ഥാനം വെളിപ്പെടുത്തി. സുലൈമാൻ ഷായുടെ പക്കൽ നിന്നും കണ്ടെത്തിയ ഒരു ഗാർമിൻ ഉപകരണത്തിൽ നിന്നുള്ള GPS ഡേറ്റയും ദൃക്സാക്ഷി സ്ഥിരീകരിച്ച വെടിവെപ്പ് സ്ഥാനങ്ങളുമായി പൊരുത്തപ്പെട്ടു. ഇന്ത്യൻ രേഖ പ്രകാരം 2022 മെയ് മാസത്തിൽ ഭീകരർ ഗുരസ് സെക്ടറിലൂടെ നുഴഞ്ഞു കയറി. അക്കാലത്ത് ഇന്റലിജൻസ് ഇന്റർസെപ്റ്ററുകൾ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് അവരുടെ പ്രാരംഭ റേഡിയോ സിഗ്നലുകൾ ശേഖരിച്ചിരുന്നു. 2025 ഏപ്രിൽ 21-ന് മൂവരും ബൈസറനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ അകലെയുള്ള ഹിൽ പാർക്കിനടുത്തുള്ള ഒരു സീസണൽ കുടിലിൽ അഭയം പ്രാപിച്ചു. പർവൈസ്, ബഷീർ, അഹമ്മദ് ജോദൻ എന്നീ 2 തദ്ദേശീയ കാശ്മീരികൾ തങ്ങൾക്ക് ഭക്ഷണവും രാത്രി താമസവും നൽകിയതായി സമ്മതിക്കുകയും ചെയ്തു. ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. ഏപ്രിൽ 22-ന് രാവിലെ അവർ ബൈസറൻ പുൽമേടിലേക്ക് കാൽനടയായി പോയി. ഉച്ചയ്ക്ക് 2:30-ന് സാധാരണക്കാരെ ആക്രമിച്ചു. ജൂലൈ 28-ലെ ഏറ്റുമുട്ടൽ വരെ അവർ ഒളിച്ചിരുന്നു. ഏപ്രിൽ 24-ന് ജമ്മു കാശ്മീർ പോലീസ് പുറത്തിറക്കിയ നേരത്തെ രേഖാചിത്രങ്ങളിൽ ഹാഷിം മൂസ, അലിഭായ്, ആദിൽ ഹുസൈൻ നേതാക്കൾ എന്നിവരെ പ്രതികളായി ഉൾപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും 2024 ഡിസംബറിലെ വെടിവയ്പിൽ നിന്നുള്ള ബന്ധമില്ലാത്ത ഒരു ഫോട്ടോയെ അടിസ്ഥാനമാക്കിയാണ് ഇവയെന്ന് ദേശീയ അന്വേഷണ ഏജൻസി പിന്നീട് വ്യക്തമാക്കി. ഡിജിറ്റൽ ഫോറൻസിക് തെളിവുകൾ യഥാർത്ഥ ആക്രമണകാരികളെ തിരിച്ചറിഞ്ഞതോടെ ഈ ആശയക്കുഴപ്പം പരിഹരിച്ചു. കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കമാൻഡ് ശൃംഖല 2 ഉന്നത LET നേതാക്കളിലേക്കും അന്വേഷണത്തിൽ കണ്ടെത്തി. ലാഹോറിലെ ചാങ്ക മംഗ ആസ്ഥാനമായുള്ള ലഷ്കർ ETയുടെ ദക്ഷിണ കാശ്മീർ ഓപ്പറേഷൻസ് മേധാവി സാജ് സൈഫുള്ള ജാട്ട് മുഖ്യ സൂത്രധാരനും റിമോട്ട് ഹാൻഡ്ലറുമാണെന്ന് തിരിച്ചറിഞ്ഞു.
സാറ്റലൈറ്റ് ഫോണിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ശബ്ദ സാമ്പിളുകൾ മുൻ ഇന്റലിജൻസ് ഇന്റർസെപ്റ്ററുകളിൽ നിന്നുള്ളവയായും പൊരുത്തപ്പെട്ടു. ജൂലൈ 29 കൊല്ലപ്പെട്ട ആക്രമണകാരികളുടെ കുടുംബങ്ങളെ സന്ദർശിച്ച് ലഷ്കർ-ഇ-തൊയ്ബയുടെ റാവലാകോട്ട് കമാൻഡറായ റിസ്വാൻ അനീസ് അസാന്നിധ്യത്തിൽ സംസ്കാര പ്രാർത്ഥനകൾ നടത്തി. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രാദേശിക ഗ്രാമവാസികൾ വീഡിയോയിൽ പകർത്തുകയും ഇന്ത്യൻ രേഖകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്ററി ട്രെയിൽ, സർക്കാർ ഐഡികൾ, ഡിജിറ്റൽ ലോഗുകൾ, ഫോറൻസിക് ദൃക്സാക്ഷി കുറ്റസമ്മതം എന്നിവ ഐക്യരാഷ്ട്രസഭ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നിവയുൾപ്പെടെയുള്ള ആഗോള സ്ഥാപനങ്ങൾക്ക് സമർപ്പിക്കാൻ പദ്ധതിയിടുന്ന ഒരു ഡോസിയർ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നതിനായി പാകിസ്ഥാനിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് ഈ തെളിവുകൾ സഹായിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.